അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1503, സൂറത്തുൽ ഇസ്രാ 53 മുതൽ 55 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا ربكم أعلم بكم إن يشأ يرحمكم أو إن يشأ يعذبكم وما أرسلناك عليهم وكيلا وربك أعلم بمن في السماوات والأرض ولقد فضلنا بعض النبيين على بعض وآتينا داود زبورا صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വഖുൽ, നബിയെ പറയൂ, ലിഇബാദി, എന്റെ അടിമകളോട്, യഖൂലു, അവർ പറയൂ, അല്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല ഭംഗിയുള്ള വാക്ക് പറയാൻ പറയൂ അവരോട്. ശത്രുക്കളുമായി സംസാരിക്കുമ്പോ ജനങ്ങളുമായി ഇടപഴകുമ്പോ ഏറ്റവും നല്ല വാക്ക് പറയാൻ വേണ്ടി പറയണം. ചീത്ത, തെറി ഇതൊന്നും പറയരുത് എന്നർത്ഥം. ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും, നിശ്ചയം പിശാചി അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. പരസ്പരം ശത്രുതയും ശാസ്ത്രവും വളർത്താൻ പരിശ്രമിക്കും. ഇന്ന ശൈത്താന കാനലിൽ ഇൻസാനി അദുവ്വം മുബീന, കാരണം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കലാണ് അവന്റെ പ്രധാനപ്പെട്ട ഹോബി. അതിന് നമ്മൾ വടിവെട്ടിക്കൊടുക്കുന്ന രീതി സ്വീകരിക്കരുത് എന്നർത്ഥം. റബ്ബുക്കും അഅലമു ബിക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അറിയുന്നവനാണ്. ഇൻ യശ യർഹമുക്കും, അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ അവൻ അനുഗ്രഹിക്കും. ഔ ഇൻ യശ, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ചാൽ യുഅദ്ദിബുക്കും, നിങ്ങളെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. ഇതിൽ ഏതിനാണ് നിങ്ങൾ അർഹരായിട്ടുള്ളത് എന്ന് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. വമാ അർസൽനാക അലൈഹിം വക്കീല, ഓ നബിയെ, തങ്ങളെ അവരുടെ മേലിൽ കൈകാര്യകർത്താവായിട്ട് നാം നിയോഗിച്ചിട്ടില്ല. റബ്ബുക അഅലമു, അങ്ങയുടെ നാഥനായ അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. ബിമൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെ സംബന്ധിച്ച് ആരൊക്കെ എന്താണ് എന്നൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. വലഖദ് ഫളൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദിൻ, നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെ നിശ്ചയം മറ്റു ചിലരെക്കാൾ നാം ശ്രേഷ്ഠമാക്കുക തന്നെ ചെയ്തിരിക്കുന്നു. വആതൈനാ ദാവൂദ സബൂറ, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ എന്ന വേദഗ്രന്ഥം നാം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ, അതും പെൺമക്കളായിട്ട് മലക്കുകളുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാതെ ഓടിപ്പോകുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും തങ്ങൾ സിഹർ ബാധിച്ച ആളാണ് എന്നും മറ്റും ആരോപണങ്ങൾ ഉന്നയിച്ച് തങ്ങളെ കഷ്ടപ്പെടുത്തുകയും ചെയ്ത ആളുകളുടെ നിലപാടുകൾ, പുനർജന്മം സാധ്യമല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടുള്ള നിഷേധാത്മകമായ നിലപാടിന്റെ അവസ്ഥകൾ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർചേരിയിൽ നിൽക്കുന്ന മുശ്രിക്കുകളിൽ നിന്നുണ്ടായ സത്യനിഷേധത്തിന്റെ ഒരു പരമ്പര തന്നെ നേരത്തെയുള്ള സൂക്തങ്ങളിൽ സൂചിപ്പിച്ചുവല്ലോ. അപ്പൊ അവർ എല്ലാ വിഷയത്തിലും ശരിയുടെ പക്ഷത്തിനെതിരിൽ തിന്മയുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുകയാണ് എന്നൊരവസ്ഥ മുശ്രിക്കുകളെ കുറിച്ച് അത്തരമൊരു ചിത്രമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിൽ അവരോടൊരു വല്ലാത്ത ഈർഷ്യതയും വെറുപ്പും കടന്നു വരാനുള്ള കാരണമാണ്. ആ വെറുപ്പിൽ നിന്ന് തന്നെ അവരോടുള്ള സമീപനത്തിലും പെരുമാറ്റത്തിലും ഒരു പക്ഷെ കാർക്കശ്യങ്ങൾ ഉണ്ടായേക്കാം. അത് സ്വാഭാവികമായി വരുന്ന പ്രതികരണം എന്ന രൂപത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അത്തരം ഒരവസ്ഥ വരാതിരിക്കാനായി അല്ലാഹു തആല വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. എന്ത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാൻ വേണ്ടി പറയാണ്. എന്താ പറയുന്നത്? നബിയെ, അവിശ്വാസികളുമായി ചർച്ചകൾ നടത്തുമ്പോഴും അവരുമായി സംവദിക്കുമ്പോഴുമൊക്കെ വളരെ മയത്തിലും ഏറ്റവും നല്ല ഭാഷയിലുമാണ് അവരോട് ഇടപഴകേണ്ടത്. ചീത്ത പറയുന്ന രീതിയോ പ്രകോപിപ്പിക്കുന്ന ശൈലിയോ ഒന്നും അവരുമായുള്ള സംസാരത്തിലും പ്രവർത്തനത്തിലും ഉണ്ടാകരുത് എന്ന് വിശ്വാസി സമൂഹത്തോട് തങ്ങൾ കൽപ്പിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. ഇവിടെ വഖുൽ ഇബാദി, നബിയെ എന്റെ അടിമകളോട് തങ്ങൾ പറയുക, യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, അവരേറ്റവും നല്ല വാക്ക് പറയണമെന്ന്. നല്ല ഭംഗിയുള്ള വാക്കേ പറയാവൂ, നല്ല സംസാരം, ശൈലി നന്നാക്കണം എന്നർത്ഥം. പ്രയോഗങ്ങൾ, പ്രത്യേകിച്ചും ശത്രുക്കളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രയോഗങ്ങൾ വൾഗറാവരുത്. പ്രയോഗങ്ങൾ വളരെ ഷാർപ്പായി, അതോടൊപ്പം തന്നെ ആ പ്രയോഗങ്ങൾ ഏറ്റവും മാന്യത, പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിക്കും വിധത്തിലാക്കാൻ പരിശ്രമിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട് പറയുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരമൊരു സംഗതി തന്നെയാണല്ലോ നമ്മളോട് എല്ലായിടത്തുമായി നിർദ്ദേശിച്ചത്. ഈ പറഞ്ഞ ആശയം, ഈ ആയത്തിന്റെ ഒരു തുടർച്ചയുടെ ബന്ധം ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാം റളിയല്ലാഹു അൻഹു തന്നെ അൽ ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ പറഞ്ഞതാണ്. ഇനി ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിരീക്ഷണം ഈ വിഷയത്തിൽ നിങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ശരിയല്ല എന്നതിന് വളരെ ദൃഢമായ തെളിവുകൾ നേരത്തെ പറഞ്ഞു. ലൗകാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അല്ലാഹുവിനോട് കൂടെ മറ്റു ആരാധ്യന്മാർ ഉണ്ടെന്ന് ഇവർ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ കാണുന്ന ഈ സമാധാന അന്തരീക്ഷം, ലോകത്തിന്റെ സ്മൂത്തായിട്ടുള്ള ഗമനം, ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അല്ലാഹു തആല കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പഠിപ്പിച്ചതുപോലെ പുനർജന്മം സാധ്യമാണ് എന്നതിന്, മരിച്ചു മണ്ണായാൽ ആര് ഞങ്ങളെ പുനർജനിപ്പിക്കുമെന്ന ചോദ്യത്തിന് ആദ്യം സൃഷ്ടിച്ചവൻ തന്നെ എന്ന മറുപടി അല്ലാഹു തആല പറഞ്ഞത് കഴിഞ്ഞ സൂക്തങ്ങളിൽ നമ്മൾ കേട്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള തെളിവുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ ശത്രുക്കൾക്കെതിരെ നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും സ്ഥിരീകരിക്കാനും ആവശ്യമായ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള എവിഡൻസുകളുണ്ട് എന്നത് ശരി. വിശ്വാസി സമൂഹത്തോട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ശത്രുക്കളോട് സംവദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വളരെ സുതാര്യമായിട്ടുള്ള തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നും ശത്രുവിന്റെ കയ്യിൽ തെളിവില്ലെന്നുമുള്ള ആ ഒരു ആത്മധൈര്യത്തിൽ നിന്ന് അവരോട് സംഭാഷണം നടത്തുന്ന സമയത്ത് ഈ ആത്മധൈര്യം നിങ്ങൾക്ക് ഒരു അഹന്തയുടെ, അഹങ്കാരത്തിന്റെ ഒരു ശൈലിയിലേക്ക് വഴിമാറാനുള്ള വേദിയാവരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കം എങ്ങനെയാണ്? വഖുൽ യാ മുഹമ്മദ്, ഓ നബിയെ തങ്ങൾ പറയുക, ലി ഇബാദി എന്റെ അടിമകളോട്, ഇദാ അറത്തും ഈറാദൽ ഹുജ്ജത്തി അലൽ മുഖാലിഫീന, നമ്മുടെ എതിരാളികളോട് തെളിവുകൾ അവതരിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫസ്കുറു തിൽക ദലാഇലി ബിത്വരീഖിൽ അഹ്സൻ, ആ തെളിവുകൾ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. ആ നല്ല രീതി എന്താ? വഹുവ അല്ലാ യകൂന ദിക്റുൽ ഹുജ്ജത്തി മഖ്ലൂഖൻ ബിശ്ശത്മി വസ്സബ്ബി, ചീത്ത പറയുന്നതുമായി ബന്ധപ്പെടുത്തിയൊന്നും എന്ത് ചെയ്യരുത്, തെളിവുകൾ അവതരിപ്പിക്കാതിരിക്കുക. തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശത്രുവിനെ ചീത്ത പറയണ്ട, ശത്രുവിനെ നിങ്ങൾ ആക്ഷേപിക്കണ്ട. ഈ രീതിയിൽ അവർക്ക് പ്രതിപക്ഷത്തിന് അവരുടേതായിട്ടുള്ള അവകാശം വകവെച്ചു കൊടുത്തിട്ടുണ്ടെന്നും അവരുടെ മാന്യത നമ്മൾ പരിഗണിച്ചിട്ടുണ്ടെന്നും തോന്നുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം സംഭാഷണം. ഒരിക്കലും മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് നിങ്ങൾ അവരോട് സംവദിക്കരുത്. കാരണം മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് സംവദിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് നമ്മളോട് ഒരു വ്യക്തിപരമായിട്ടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സാഹചര്യങ്ങൾ കടന്നുവരും. അത്തരമൊരു സാഹചര്യം കടന്നു വന്നാൽ പിന്നെ നമ്മൾ എത്ര നല്ല തെളിവ് അവതരിപ്പിച്ചാലും ആ തെളിവുകൾ കേൾക്കാനുള്ള സന്മനസ് അവർക്കുണ്ടാവില്ല. കാരണം എന്താ? ഇവനപ്പൊ തെളിവ് അവതരിപ്പിക്കുന്നത്, വായിന്ന് വരുന്നതൊക്കെ വൃത്തികേടാണല്ലോ എന്ന ഒരു നെഗറ്റീവ് ശൈലി നമ്മളെക്കുറിച്ച് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ എത്ര തന്നെ നല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചാലും അവതരിപ്പിക്കുന്നയാൾ അയാൾ മാതൃകായോഗ്യനല്ല എന്നോ അല്ലെങ്കിൽ അയാൾ ഇത്തരം പണിക്ക് പറ്റിയ ആളല്ല എന്നോ തോന്നൽ ശത്രുവിന്റെ മനസ്സിലുണ്ടായാൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വൃഥാവിലായി പോകും. അതുകൊണ്ട്
നമ്മുടെ പ്രബോധനം എന്ന് പറയുന്നത് ആളുകളിലേക്ക് സത്യവും നന്മയും സന്നിവേശിപ്പിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമല്ലേ? അതുകൊണ്ട് തന്നെ ആ ശ്രമത്തിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ നമ്മുടെ പെരുമാറ്റത്തിന്റെ ദൂഷ്യം കൊണ്ടോ റിസൾട്ട് ഉണ്ടാകാതെ പോകരുത്. അതിനാവശ്യമായ പ്രത്യേകമായ ജാഗ്രത പാലിക്കണം പ്രബോധനം നടത്തുന്ന ആളുകൾ, മറ്റു ആളുകളുമായി എതിരാളികളുമായി സംവദിക്കുന്ന ആളുകൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, വനദീറു ഹാദിഹിൽ ആയത്തി ഖൗലുഹു തആല, ഇത് ഈ ആശയം തന്നെയാണല്ലോ അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ വളരെ തന്ത്രപരമായും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഉപദേശങ്ങൾ നൽകിയും തർക്കിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാൽ ആ തർക്കം മാതൃകാപരമായ തർക്കമാക്കി മാറ്റിയും, എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ അവതരിപ്പിക്കണം, വ്യക്തിപരമായി ആളുകളെ ഹറാസ് ചെയ്യുക എന്ന രീതി ഉണ്ടാവാൻ പാടില്ല എന്നും അല്ലാഹു തആല പറഞ്ഞതിലും ഈ ആശയം തന്നെയാണ് മുഴച്ചു നിൽക്കുന്നത്. അതേപോലെ ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരായത്തും ഇതേ ആശയം സൂചിപ്പിക്കുന്നുണ്ട്. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. വേദക്കാരുമായിട്ട് നിങ്ങൾ സംവദിക്കുമ്പോൾ, തർക്കിക്കുമ്പോൾ, സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും നല്ല രീതിയിലെ സംവാദത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അത് അവിടെയൊക്കെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നല്ല പെരുമാറ്റവും ബന്ധവുമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? വദാലിക ലിഅന്ന ദിക്റൽ ഹുജ്ജത്തിൽ ഇഖ്തലത ബിഹി ശൈഉം മിനസ് സബ്ബി വശത്മി. നമ്മൾ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ തെറിയും അതേപോലെ തന്നെ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊക്കെ കടന്നു വന്നാൽ എന്തുണ്ടാകും? ലഖാബലൂകും ബിമിസ്ലിഹി, അതേപോലത്തെ വാക്ക് അവര് തിരിച്ചിങ്ങോട്ടും പറയും. അവസാനം പിന്നെ തെളിവുകൾ മാറ്റിവെക്കുന്ന ശൈലി വിട്ടിട്ട് പരസ്പരം ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ആർക്കാ സാധിച്ചത്? മറ്റവന്റെ മനസ്സിനെ പരമാവധി വേദനിപ്പിക്കാനും അവന്റെ മനസ്സിന് പരമാവധി ആഘാതമുണ്ടാക്കാനും ആർക്കാ സാധിച്ചത് എന്നിടത്തേക്കായിരിക്കും ചർച്ചയും ശ്രദ്ധയും പിന്നെ തിരിയുന്നത്. അപ്പൊ നമ്മുടെ യഥാർത്ഥ വിഷയം മറന്നുപോകും. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമു. അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളില്ലേ, അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. അങ്ങനെ നിങ്ങൾ ദൈവങ്ങളെ ചീത്ത പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ തിരിച്ചിങ്ങോട്ടും ചീത്ത പറയും. അപ്പൊ നമ്മുടെ അള്ളാഹുവിനാവുന്ന യഥാർത്ഥ ആരാധ്യനെ ചീത്ത പറയിപ്പിക്കാൻ വടികൊടുക്കുന്ന രീതി നിങ്ങൾ സ്വീകരിക്കരുത്. മാതാപിതാക്കളെ ചീത്ത പറയുന്ന മക്കളാണ് ഏറ്റവും മോശക്കാരെന്ന് റസൂൽ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, നബി ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയും? അപ്പൊ റസൂൽ പറഞ്ഞെന്താ? അതെ, ഒരാൾ മറ്റവന്റെ വാപ്പാനെ ചീത്ത പറയും, അവൻ തിരിച്ചും കിട്ടും എന്റെ വാപ്പാനെയും പറയും. അപ്പൊ സ്വന്തം വാപ്പാനെ പറയിപ്പിക്കുക എന്ന പണി ആരടുത്തത്? ഇവിടെ മറ്റവന്റെ വാപ്പാനെ ചീത്ത പറഞ്ഞവനടുത്തത് എന്നതുപോലെ സംസാരങ്ങളും പ്രയോഗങ്ങളും പരമാവധി മര്യാദക്കും മാന്യത നിലനിർത്തിക്കൊണ്ടും ആയില്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ വളരെ മോശമായിരിക്കും. അതും ഒന്നു മാത്രമല്ല, അതോടൊപ്പം തന്നെ വയസ്ദാദുൽ ഗളബു, ദേഷ്യം വർദ്ധിക്കും പരസ്പരം. വതതകാബലുൻ നിഫ്റതു, അതുപോലെ തന്നെ നമ്മിൽ നിന്നുള്ള അകൽച്ച പൂർണ്ണമാകും. നമ്മളോട് അല്ലെങ്കിൽ ആദർശപരമായി പൊരുത്തക്കേടിൽ നിൽക്കുന്ന ഒരു ടീം ഇവരടുക്കാൻ കൊള്ളാത്തവരാണ്, സമ്മതിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കുറിച്ച് എന്താവും, അത്തരം ഒരു ധാരണയിലേക്ക് അവരെത്തും. അങ്ങനെ വന്നാലും എംതനിയുൽ ഹുസൂലുൽ മഖ്സൂദി, അവരുടെ മനസ്സിലേക്ക് സത്യം സന്നിവേശിപ്പിക്കുക എന്ന നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അവിടെ അതോടുകൂടെ വഴിമുട്ടിപ്പോകും. അപ്പൊ നമുക്ക് ലക്ഷ്യം മറ്റൊരാളെ ചീത്ത പറഞ്ഞ് പ്രകോപിപ്പിക്കലല്ലോ, മറിച്ച് നമ്മുടെ മുന്നിലുള്ള ശരിയായ തെളിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ നന്നായി പ്രസന്റ് ചെയ്ത് അവരുടെ ഹൃദയത്തിലേക്ക് കൂടി സത്യത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കലല്ലേ. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള റൂട്ട് സ്വീകരിക്കണം. അതാണ് പറയണത്. അമ്മാ ഇദാ വഖഅൽ ഇഖ്തിസാറു അലാ ദിക്രിൽ ഹുജ്ജത്തി ബിത്തരീഖിൽ അഹ്സനിൽ ഖാലി അനി ശത്മി വൽ ഇദാഇ, ബുദ്ധിമുട്ടിക്കലില്ലാത്ത അതേപോലെ തന്നെ ചീത്ത വാക്കുകൾ വരാത്ത ഏറ്റവും നല്ല രീതിയിലുള്ള പ്രസന്റേഷനാണ് തെളിവുകൾ നമ്മൾ നടത്തുന്നതെങ്കിൽ അത് അസ്സറഫിൽ ഖൽബി തഅ്സീറൻ ശദീദ, ശത്രുവിന്റെ മനസ്സിൽ നല്ല പ്രതിഫലനത്തിനുണ്ടാക്കാൻ അത് കാരണമാകും. അവന് വീണ്ടും വിചാരത്തിലേക്ക് അവനെ എത്തിക്കാൻ അത് സഹായകമാകും. അതുകൊണ്ട് നിങ്ങൾ ആളുകളോട് സംവദിക്കുമ്പോൾ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് സംവദിക്കണം. കാരണം ഇന്ന ശൈത്വാന യൻസഹു, അതാ വഖുൽ ഇബാദി, എന്റെ അടിമകളോട് തങ്ങൾ പറയൂ നബിയെ, യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, അവൻ ഏറ്റവും ഭംഗിയായ വാക്ക് പറയണമെന്ന്, അനാവശ്യങ്ങൾ പറയരുത് എന്ന്. ഇന്ന ശൈത്വാന യൻസഹു ബൈനഹും, കാരണം പിശാച് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സ്പർദ്ധയുണ്ടാക്കും. എങ്ങനെങ്കിലും ആൾക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ആര് ശ്രമിക്കുക? പിശാച് ശ്രമിക്കുക.
എന്തുകൊണ്ടാണ് അവരങ്ങനെ ശ്രമിക്കുന്നത്? അവരെ ശ്രമിക്കുന്നത് ഇന്ന ശൈത്താന കാനലിൽ ഇൻസാനി അദുവ്വൻ മുബീന, നിശ്ചയം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ പിശാചിന് നമ്മൾ നന്നാവുന്നത് കണ്ടുകൂടാ. ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് അവന് ഇഷ്ടമല്ല. എങ്ങനെങ്കിലും പരമാവധി ഒരാളെ ശരിയായ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ എന്താണ് വഴിയെന്നാണ് അവൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ വർക്കൌട്ട് ആവുന്നു എന്ന് മനസ്സിലായാൽ, അതിന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ, അത് പിശാചിന് വല്ലാത്ത അസഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ പിന്നെ പിശാച് നമുക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ പരിശ്രമിക്കുന്നത് ചിലപ്പോ നമ്മിൽ നിന്ന് വന്ന ഒരു അശ്രദ്ധമായി വന്ന ഒരു അനാവശ്യ വാക്കിന്റെ പുറത്ത് പിടിച്ചിട്ടായിരിക്കും. അതായത് അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ തെളിവുകൾ മാറ്റിവെക്കുന്നതിന് പകരം, മെറിറ്റിൽ ആ ചർച്ച മുന്നോട്ട് പോകുന്നതിന് പകരം, ആ സംസാരത്തിനിടക്ക് വന്ന ഒരൊറ്റ പദപ്രയോഗം, ആ പദപ്രയോഗം മോശമായാൽ ആ പദപ്രയോഗം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്, അതിന്റെ പേരിലാവും പിന്നെ ചർച്ച. അപ്പൊ അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു എന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഈർഷ്യതയും വെറുപ്പും പരസ്പരം പകഞ്ഞു പൊന്തി പകയും വിദ്വേഷവും പരസ്പരം പരമാവധി കത്തിച്ചു നിർത്താനും അതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് ആര് നടത്തുക? പിശാച് നടത്തുക. കാരണം അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ഹദീസിലുണ്ട് എന്ത്? ഒരു സംഭവം, അതൊരു സംഘം ആളുകൾ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ആ ദിക്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പിശാച് വന്നു. ആ ദിക്റിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിശാച് വന്ന അവരത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മനഅത്തുൽ മലായിക, മലക്കുകൾ അത് തടഞ്ഞു. ആ പിശാചിന് അങ്ങോട്ട് ആക്സസ് ലഭിച്ചില്ല. അപ്പൊ അവരിങ്ങനെ നിരാശനാകാതെ വേറെ ഏതെങ്കിലും ടീമിനെ വഴിതെറ്റിക്കാൻ പറ്റുമോ നോക്കി അങ്ങനെ മറ്റൊരു വിഭാഗം ആളുകൾ ദിക്റൊന്നും ചെല്ലാതെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അത്തരം വർത്താനത്തിന്റെ ഇടക്കാണ് പിശാച് ശരിക്കും എന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ആ ദിക്റൊന്നും ചെല്ലാതിരിക്കുന്ന ഒരു സംഘത്തിന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അവർക്കിടയിൽ പരസ്പരം വെറുതെ വഴക്കും വെക്കാണോ, വെറുതെ ഒരു വാക്കിന്റെ പേരിൽ പിടിച്ചിട്ടുള്ള തർക്കങ്ങളല്ലേ പിന്നീട് വലിയ കുഴപ്പത്തിലേക്ക് എത്തുക. അതിന് വലിയ കുഴപ്പവും പരസ്പരം പോർവിളിയൊക്കെ ആയിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥ വന്നു. അപ്പൊ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ കുഴപ്പം അപ്പുറത്ത് കണ്ടപ്പോ അവർ പറഞ്ഞു, ഖൂമൂ ബിനാ നുസ്ലിഹ് ബൈന ഇഖ്വാനിന, നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ സഹോദരങ്ങൾക്കിടയിലല്ലേ അവിടെ കുഴപ്പം നടക്കുന്നത്, അവരുടെ ഇടയിൽ ഒരു രത്നിപ്പുണ്ടാക്കണം, സുൽഹ് ഉണ്ടാക്കണം, വരൂ എന്ന് പറഞ്ഞ് ഫഖാമു വഖതഉ മജ്ലിസഹും, ഇവിടുന്ന് എഴുന്നേറ്റ് ദിക്റിന്റെ മജ്ലിസ് മുറിച്ചിട്ട് അവരെന്ത് ചെയ്തു? അങ്ങോട്ട് പോയി. ഫരിഹ ബിദാലിക ശൈത്താൻ, അപ്പൊ പിശാചിന് എന്തായി? സന്തോഷായി. അദാവത്തിഹി, പിശാചിന്റെ ശത്രുതയുടെ ഒരു രീതിയാണത്. ദിക്ർ ചൊല്ലുന്ന ആളെ ആ സദസ്സിൽ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് വഴിതെറ്റിക്കാനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സാധിക്കാതെ വന്നപ്പോ അപ്പുറത്ത് മറ്റൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ദിക്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ അവിടെ അപ്പുറത്തൊരു കലഹം പിശാച് വേറെ ക്രിയേറ്റ് ചെയ്തു എന്നർത്ഥം. അപ്പോ നമ്മളെങ്ങനെങ്കിലും വഴിതെറ്റിക്കുക എന്നതാണ് പിശാചിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അജണ്ട. അപ്പൊ അതിന് നമ്മൾ നിന്നുകൊടുക്കാതിരിക്കാൻ പരസ്പരം ആളുകളുമായി സംവദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ചർച്ചകൾ നടത്തുമ്പോഴൊക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള സംഭാഷണ രീതി സ്വീകരിക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു റബ്ബുക്കും അഅലമു ബിക്കും. ആ സംഭാഷണ രീതിയിൽ നമ്മൾ ഇവിടെ ഈ ആയത്തിന് രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, ഈ സംഭാഷണ രീതിയിൽ നമ്മൾ പറയേണ്ട ശൈലി ഇങ്ങനെയാണ്. എന്ത്? റബ്ബുക്കും അഅലമു ബിക്കും, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നാഥന് നന്നായിട്ട് അറിയാം. ഈ യശയ റഹമുക്കും, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൻ കാരുണ്യം തരും, കരുണ ചെയ്യും. ഔ യശയു അദിബുക്കും, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അവൻ ശിക്ഷിക്കുകയും ചെയ്യും എന്ന് പറയാം അവനോട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നാവുന്നതും നന്നാവാതിരിക്കുന്നതും ഒക്കെ അത് ഞങ്ങളെ കാര്യമല്ല, മറിച്ച് അള്ളാഹു നിങ്ങൾക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നാവും, പക്ഷെ നല്ലത് പറഞ്ഞു തരിക എന്നുള്ള പണി മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത് എന്ന് പരമാവധി തേൻപുരട്ടി പറയുക എന്ന രീതി നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് അതിന്റെ ഒരർത്ഥം ഈ ആയത്തിന്റെ. മറ്റൊരർത്ഥം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത് ആരോടാ? വിശ്വാസി സമൂഹത്തോട് പറയുകയാണ്. ഈ സത്യനിഷേധികൾക്ക് എതിരെയുള്ള പ്രബോധനങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അള്ളാഹു നിങ്ങൾക്ക് റിസൾട്ട് തന്ന് സന്തോഷം തരാം, തരാതിരിക്കാം, രണ്ടും നിങ്ങളെ പ്രശ്നമല്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കണം എന്നൊരർത്ഥമുണ്ട്. ഏതായാലും ശരി, ഒമാ അർസൽനാക അലൈഹിം വക്കീല, അവരുടെ മേലിൽ കൈകാര്യകർത്താവായിട്ട് തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല നബി. എന്ന് പറഞ്ഞാൽ അവര് നന്നായില്ലെങ്കിൽ എന്തുകൊണ്ട് നന്നായില്ല എന്ന ചോദ്യമൊന്നും തങ്ങൾക്കെതിരെ വരില്ല. തങ്ങൾക്ക് പ്രബോധനം നടത്തുക എന്ന ഡ്യൂട്ടിയെ തന്നിട്ടുള്ളൂ, അത് തങ്ങൾ ഭംഗിയായി നിർവഹിച്ചാൽ മതി എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു റബ്ബുക അഅലമു ബിമൻ ഫിസ് സമാവാതി വൽ അർളി,
ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെ സംബന്ധിച്ചെല്ലാം അങ്ങയുടെ നാഥനായ അള്ളാഹു നന്നായി അറിയുന്നവനാണ്. അതായത് അവരുടെ കൂട്ടത്തിൽ ആർക്കാണ് ഓരോ പദവികൾ കൊടുക്കേണ്ടത്, ആരെയാണ് ഓരോ സംഗതിക്ക് തെരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം. ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി പണ്ഡിതന്മാർ പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി വന്നത് അറേബ്യൻ മുശ്രിക്കുകൾക്ക് പിടിച്ചില്ല. അപ്പൊ അങ്ങനെ അബൂ താലിബിന്റെ യതീമയായിട്ടുള്ള ആൾക്കാണോ പ്രവാചകത്വം നൽകുക ഒരു നാട്ടിൽ എന്നൊക്കെ ചോദിച്ചവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ അതിന്റെ മറുപടിയാണ് ആർക്കാണ് ആകാശഭൂമികളിലുള്ള ഓരോരുത്തരെ സംബന്ധിച്ചും അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ആരെയാണ് ഏത് സ്ഥാനത്തേക്കാണ് പരിഗണിക്കേണ്ടത് എന്ന് അള്ളാഹുവിന് അറിയും, അവനനുസരിച്ച് തീരുമാനമെടുക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാക്കിയതിൽ എന്തോ അബദ്ധം പറ്റിയെന്ന ധാരണ വെച്ച് പുലർത്തണ്ട. യോഗ്യരായ ആളുടെ കയ്യിൽ തന്നെയാണ് അധികാരം വന്നുപെട്ടിട്ടുള്ളത് എന്ന് അള്ളാഹു തആല അവർക്ക് മറുപടി പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലഖദ് ഫളൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദിൻ, നിശ്ചയം നബിമാരുടെ കൂട്ടത്തിൽ ചിലർക്ക് ചിലരെക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. നബിമാർക്ക് തന്നെ എല്ലാ നബിമാർക്കും ഒരേ സ്ഥാനമല്ല, മറിച്ച് അവരുടെ ഇടയിൽ വ്യത്യസ്ത പവറുള്ളവരുണ്ട്. മനുഷ്യരുടെ ഇടയിൽ മൊത്തത്തിൽ അങ്ങനെയുണ്ട്. അവരേറ്റവും സ്ഥാനമുള്ള നബിമാരാണ്. അവരിൽ തന്നെ നബി എന്ന സ്ഥാനത്തുള്ളവർ, മുർസൽ എന്ന സ്ഥാനത്തുള്ളവർ, മുർസലീങ്ങളിൽ നിന്ന് ഉലുൽ അസ്മ് എന്ന സ്ഥാനത്തുള്ളവർ, ഇങ്ങനെ അവരിലൊക്കെ തന്നെയും ഏറ്റവും ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെയുള്ള സ്ഥാനമാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. വാതൈനാ ദാവൂദ സബൂറ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് സബൂർ എന്ന വേദഗ്രന്ഥം നാം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പ്രത്യേകം പറയാനുണ്ടായ കാരണം, യഹൂദികൾ പലപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ സംശയം തോന്നിയാൽ വേദക്കാരാണ്, അവർക്ക് അറിവുണ്ടാകുമെന്ന് മനസ്സിലാക്കി യഹൂദികളുടെ അടുത്ത് പോയിട്ട് അവർ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ യഹൂദികൾ പരമാവധി മുത്തുനബിയുടെ പ്രവാചകത്വത്തെ തമസ്കരിക്കാൻ വേണ്ടി ഇവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്? മൂസാ നബിക്ക് ശേഷം പിന്നൊരു പ്രവാചകരൊന്നും വരാനില്ല, തൗറാത്തിന് ശേഷം മറ്റൊരു വേദഗ്രന്ഥവും വരാനില്ല എന്ന് പറയാറുണ്ട്. ആ വാദത്തെ പൊളിക്കാൻ അതിനെ അല്ലാഹു തആല നിരാകരിക്കുകയാണ്. മൂസാ നബിക്ക് ശേഷം ദാവൂദ് നബി അലൈഹി ഇസ്ലാം എന്ന നബി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥവും കിട്ടിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല അതിന് പ്രതികരണം എന്നോണം പറഞ്ഞതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ നിരാകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചർച്ചകളെ മറുപടി എന്നോണം, അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായ പ്രതികരണം എന്നോണം അവരുടെ വാദങ്ങളെ തള്ളിക്കളയുന്ന രീതിയാണ് ഇതിലൂടെ അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഉണർത്തുന്നത്. പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.